രാത്രി 12 മണിക്ക് നമ്മൾ പാതിര കുർബാനയ്ക്ക് പോയപ്പം കർത്താവ് അവിടെ തൊട്ടിലില് അല്ലെങ്കിൽ അൾത്താരയിൽ പിറന്നപ്പം ഞാൻ അപ്പുറത്തെ പെട്രോൾ പമ്പിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ ഒരു സമയത്ത് ഇപ്പൊ ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന്. അപ്പൊ അങ്ങനെ സഞ്ചരിക്കുന്ന നാളുകളിൽ എന്നോട് ഒരു അച്ഛൻ ചോദിച്ചു, എടാ കർത്താവ് എന്നോടൊരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അജയ് എന്നാണ്. വീട് കണ്ണൂർ ജില്ലയുടെ മലയോര ഗ്രാമമായ ഒരു നടുവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ MCA പഠിച്ചുകൊണ്ടിരിക്കുകയാണ് 1ാം വർഷം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ ഒരു സമയം ഇവിടെ ആയിരിക്കുന്നത് ഒരു കുഞ്ഞു അനുഭവം പങ്കുവെക്കാനായിട്ടാണ്. അപ്പം എൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് പുറകിലോട്ടേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് എവിടെ തുടങ്ങാമെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു MCA എന്നതിലുപരി കോളേജ് ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും ഈശോയ്ക്ക് പുറകെ ഓടുന്നു അല്ലെങ്കിൽ ഈശോയുടെ ഒപ്പമായിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഞാൻ ചെറുതായിരുന്നപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞതായിരുന്നപ്പോഴുള്ള എൻ്റെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കര വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്നായിരുന്നാലും അതിൽ ആയിരിക്കേണ്ടതിൻ്റെ ഒരു ആയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രാർത്ഥനയിലൊക്കെ പോയി അങ്ങനെയൊക്കെ പോകും. പിന്നെ ഞായറാഴ്ചകളിലെ കുർബാന മുടക്കൽ എന്ന് വീട്ടിലൊരു അപ്രഖ്യാപിതമായിട്ടുള്ള നിയമം ഉള്ളത് കൊണ്ട് തന്നെ കുർബാനയ്ക്കൊക്കെ പോയി അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് നമ്മൾ സാധാരണ പോലെ +2 ഒക്കെ ആയി അല്ലെങ്കിൽ അതിനുള്ള ശേഷമൊക്കെ ആയ സമയത്ത് ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഏതോ ഒരു കുർബാനയ്ക്ക്, ഒരു ക്രിസ്മസ് കുർബാനയ്ക്ക് രാത്രി 12 മണിക്ക് നമ്മൾ പാതിര കുർബാനയ്ക്ക് പോയപ്പം കർത്താവ് അവിടെ തൊട്ടിലില് അല്ലെങ്കിൽ അൾത്താരയിൽ പിറന്നപ്പം ഞാൻ അപ്പുറത്തെ പെട്രോൾ പമ്പിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം അങ്ങനെ നടന്ന് ഞാനാണ് ഇപ്പം ഈ ഒരു എൻ്റെ ഈ ഡിഗ്രി കാലഘട്ടത്തിന് ശേഷം PG കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഈശോയുടെ ഒപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, അതായത് ആ ഒരു സമയത്ത് ഇപ്പം ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന്. അപ്പം നമുക്കറിയാലോ, എനിക്ക് തോന്നുന്നത് മദർ തെരേസയാണെന്ന് തോന്നുന്നു, പിന്നെ സുവിശേഷത്തിലും ലേഖനത്തിലും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, കർത്താവ് ഒരിക്കലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ല തിരഞ്ഞെടുക്കുന്നത്, കർത്താവ് തിരഞ്ഞെടുത്ത് അവരെ ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ എന്നോട് ഒരു പ്രാവശ്യം ഒരു അച്ഛൻ പറഞ്ഞാണ്, കർത്താവ് പിടിച്ചതാ, പിന്നെ വേറെ രക്ഷയില്ല. നമ്മൾ എത്രത്തോളം കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും കർത്താവ് നമ്മളെ തേടിയെത്തുന്ന ഒരു ഇടയനാണല്ലോ. പണ്ട് നമ്മൾ ഈ വേദവട ക്ലാസ്സിൻ്റെ അകത്ത് ഹാജറ് പറയുമ്പോൾ ഒരു വചനം പറയണം. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞൊരു വചനമുണ്ട്. അപ്പം ഭയങ്കര എളുപ്പമാണല്ലോ പറയാൻ. അപ്പം ഞാൻ എപ്പം പറയുന്നത് സങ്കീർത്തനം 23:1, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന്. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിലും ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ് ആ ഒരു വചനം. അപ്പം നമ്മുടെ ഇടയനായ കർത്താവ് നമുക്കൊന്നും കുറവ് വരുത്താണ്ട് നമ്മളെ നോക്കുന്ന കർത്താവ് എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിൽ അകന്നു പോയിട്ടുണ്ടെങ്കിലും കർത്താവിലേക്ക് നമ്മളെ ഉറപ്പായിട്ടും കൂട്ടിക്കൊണ്ട് ചെല്ലും. എൻ്റെ കഴിഞ്ഞ ഈ തൊട്ടടുത്ത ദിവസങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നോമ്പാരംഭമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹവും കൃപകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പൂർണ്ണമായി എനിക്കറിയാം ഞാൻ കർത്താവിൽ നിന്ന് ചില കാര്യങ്ങളിലൂടെ ഇങ്ങനെ അകന്നു പോകുന്നൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് പിടിച്ചാണല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഓരോരോ വഴികൾ കർത്താവ് ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു 2-3 വർഷം മുമ്പാണ്, 2 വർഷം ആകുന്നതേ ഉള്ളൂ സത്യം പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയറിൻ്റെ അവസാനത്തെ സമയമാണ്. അപ്പം അവസാന മാസങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പം കോളേജിലായിരിക്കുന്ന സമയത്ത് 2 ചേച്ചിമാരിങ്ങനെ അതിലേ പോയപ്പം ഒരു പ്രാവശ്യം ഞാൻ അവരുടെ ഫ്രണ്ടിൽ അറിയാണ്ട് ചെന്ന് പെട്ടതാണ്. അറിയാണ്ടെന്നല്ല, എൻ്റെതായ ഒരു ഇതുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം ചേച്ചിമാർ വന്നിട്ട് 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരികയാണ്, ഇന്ന സാധനം പഠിക്കുകയാണ്, അപ്പം ജീസസ് യൂത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കോളേജ് യൂണിയൻ പിന്നെ NSS അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്ത് എൻ്റെതായ ഇഷ്ടങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം കോളേജ് ജീവിതം അടിച്ചു പൊളിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി
അപ്പം ജീസസ് യൂത്ത് എന്നാന്ന് അതിൻ്റെ ABCD എന്നാന്ന് ഒന്നും എനിക്കറിയാൻ പാടില്ല. അപ്പം പിന്നീട് ജീസസ് യൂത്തിലേക്ക് വന്നു. ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയി. സത്യം പറഞ്ഞാൽ വായി നോക്കാനാണ് പോയതെങ്കിലും പക്ഷെ പരിശുദ്ധാത്മാവ് വായനോട്ടം മാറ്റി വായിലൂടെ സുവിശേഷം പ്രസംഗിക്കുക എന്നൊരു കാര്യത്തിലേക്ക് എന്നെ തള്ളിവിട്ടു, അല്ലെങ്കിൽ എന്നെ കൊണ്ടേ ആക്കി. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് ജീവിതം എൻ്റെ ഡിഗ്രി 3-ാം വർഷം മുതലും ഞാൻ ജീസസ് യൂത്തിലൂടെയും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ ഇടവകയിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം എൻ്റെതായ രീതിയിൽ ആക്റ്റീവായി ഈശോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം അങ്ങനെ സഞ്ചരിക്കുന്ന നാളുകളിൽ എന്നോട് ഒരു അച്ഛൻ ചോദിച്ചു, എടാ കർത്താവ് എന്നോടൊരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. അപ്പോൾ അത് വെളിപാട് പുസ്തകത്തിലാണ്, 3-ാം അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നിനക്ക് എന്നോടുണ്ടായിരുന്ന ആ ഒരു പഴയ സ്നേഹം ഇപ്പോൾ ഇല്ല എന്ന രീതിയിൽ. അപ്പോൾ അതിലേക്ക് ആ ഒരു പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. എനിക്ക് അപ്പം ഞാൻ കുറേ ആലോചിച്ച് നോക്കി, എന്തുകൊണ്ട് അച്ഛൻ എന്നോട് അങ്ങനെ സംസാരിച്ചു, അല്ല കർത്താവ് എന്തുകൊണ്ടാണ് എന്നോട് ആ ഒരു പഴയ എൻ്റെ കുഞ്ഞുനാളിലെ സ്നേഹം, അത് കുഞ്ഞുനാളിലെ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് പോലും എനിക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. ഡൊമിനിക് അച്ഛൻ്റെ ഒരു ധ്യാന സമയത്ത് പോയപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാചകം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തട്ടി. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു 3, 4, 5 കാലഘട്ടങ്ങളിലൊക്കെ രാവിലെ ഇങ്ങനെ TV-ക്കകത്ത് ഈ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു. ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, അപ്പം ആ സിനിമയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ 5-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുക. അപ്പോൾ എണീറ്റിരുന്നിട്ട് രാവിലെ 5 മണി ആ ഒരു സമയമൊക്കെയാണ്. അപ്പം പപ്പയും അമ്മയൊക്കെ രാവിലെ എണീറ്റ് വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ആ സിനിമ ഇരുന്ന് കണ്ടിട്ട് അവർ എണീച്ച് ഉറക്കം മാറി എണീറ്റ് വരുന്ന സമയത്ത് കാണുന്നത് ഞാൻ അവിടെ ഇരുന്ന് കരയുന്നതായിരിക്കും. കർത്താവിൻ്റെ ഈ ഒരു പീഡാനുഭവം കണ്ടിട്ട് അത് റിപ്പീറ്റാണ്, മിക്കവാറും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്ത, എൻ്റെ ഓർമ്മ ആ ഒരു ഇതിലേക്ക് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് പറയുന്നില്ല കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കുമെന്ന്. കാരണം നിഷ്കളങ്കമായ സ്നേഹമുള്ളവരാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. കർത്താവും അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. അപ്പം എനിക്ക് പിന്നീടത് മനസ്സിലാകുകയും അപ്പം ഞാൻ കർത്താവിനെ കുറച്ചും കൂടെ, കാരണം കർത്താവ് പറയുന്നുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്, കർത്താവ് തൻ്റെ പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ പോലും തരാൻ വീതം നമ്മളെ സ്നേഹിക്കുന്നു. അപ്പം ഈശോ അത്രയ്ക്ക് സ്നേഹനിധിയായ ഈശോ നമ്മളിലേക്ക് വന്നു. പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വേണ്ടി മരിച്ച് അത്രയും വലിയൊരു തൻ്റെ കൂട്ടുകാരന് വേണ്ടി തൻ്റെ സ്വയം ജീവിതം പോലും വെടിയെന്നതാണല്ലോ ഏറ്റവും വലിയൊരു സ്നേഹമായിട്ട് ഞാൻ പലയിടങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടി തൻ്റെ സ്നേഹത്തെ പ്രതി ജീവൻ വെടിഞ്ഞ് നമ്മളെ രക്ഷിച്ച് പിതാവായ ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മളെ തിരിച്ച് പിതാവിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഈശോയുടെ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിലേക്ക് മുൻപോട്ട് പോകാനായിട്ട് ആ ഒരു സമയം മുതൽ എന്നെ കൂടുതൽ കർത്താവ് എന്നോട് അതിൽ ശ്രദ്ധിക്കുക എന്നൊരു അങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞതായിട്ട് ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ എടുത്തു നോക്കുകയാണെങ്കിൽ എൻ്റെ പരീക്ഷകളെയാണ് ഏറ്റവും കൂടുതൽ, നമുക്കറിയാലോ നമ്മൾ പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ കൂടുതൽ പ്രത്യേകപ്പെട്ട ഒരു സമയമാണ് പരീക്ഷയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് മാതാവേ കർത്താവിനോട് പറയണേ, അല്ലെങ്കിൽ പുണ്യാള പരീക്ഷയ്ക്ക് പഠിച്ചത് മാത്രമേ വരാൻ പാടുള്ള. ബേസിക്കലി പറയുകയാണെങ്കിൽ ദൈവം പാതി അല്ലെങ്കിൽ കർത്താവ് ബാക്കി നോക്കിക്കോളും, നമ്മൾ സ്റ്റെപ്പ് ഇട്ടാൽ മതി. പക്ഷേ സ്റ്റെപ്പ് പോലും നമ്മൾ വെക്കാറില്ല, ഒന്നാമത്തെ കാര്യം പറയുകയാണ്. അപ്പം തലേദിവസമൊക്കെ ആയിരിക്കും, ഞാൻ പിന്നെ സർവ്വോപരി ഒരു മടിയനായതുകൊണ്ട് തന്നെ തലേദിവസമായിരിക്കും മിക്കവാറും എൻ്റെ പഠനങ്ങൾ വരിക. അപ്പം ആ സമയത്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്ത വലിയൊരു നിലപാടായിരുന്നു കോപ്പി അടിക്കുകയല്ല. അത് ഇത്രയും കാലങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞു വീഴ്ച വരിലും എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമുകൾ അല്ലെങ്കിൽ മറ്റ് എക്സാമുകളിലൊക്കെ ഞാൻ ഇതേവരെ ആയിട്ട് ആ ഒരു സമയങ്ങൾക്ക് ശേഷം ഞാൻ കോപ്പി അടിക്കുക അല്ല അങ്ങനത്തെ പാപങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്ന് തന്നെ എനിക്ക് ഉറച്ച് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പിന്നീട് കണ്ടിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പോലും അറിയത്തില്ല, കാരണം ഞാൻ എഴുതിയിട്ടില്ല എന്ന് എനിക്കറിയാം, അത്രത്തോളം ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ പാസ്സായിരിക്കും. കാരണം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് കർത്താവേ. കാരണം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പ്രാർത്ഥനകളുണ്ട് ഇങ്ങനെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. അപ്പം ഞാൻ എൻ്റെതായ കുഞ്ഞു വരികളും കൂടെ ആഡ് ചെയ്യും ഓരോ പ്രാർത്ഥനയുടെ ഒപ്പം. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനായിരിക്കണം എന്നായിരിക്കും പ്രാർത്ഥന. അപ്പം ഞാൻ പറയും കർത്താവേ ഞാൻ പഠിച്ചതും പഠിക്കാത്തതുമായ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി പോകണമെന്നായിരിക്കും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവുക. പക്ഷെ പരീക്ഷകളൊക്കെ വരുമ്പോൾ എൻ്റെ റിസൾട്ട് അതിമനോഹരമായിട്ട് ഞാൻ പാസ്സാകും. ഇന്നത്തെ ഈ ഒരു സമയത്ത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% അല്ല 110% കർത്താവ് ഒറ്റൊരാൾ കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പം എൻ്റെ PG ജീവിതത്തിലേക്ക് വന്നപ്പോഴും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ പറഞ്ഞു എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പം ഞാൻ പഠിച്ചതും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ അങ്കമാലിയിലാണ് പഠിക്കുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് കർത്താവ് എന്നെ കൊണ്ടാക്കിയ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തിലൂടെ എനിക്ക് കുറേ അധികം കൂട്ടുകാരെയും കുറേ അധികം സ്പിരിച്വൽ ആയിട്ട് എന്നെ എപ്പോഴും എന്നെ
പിന്താങ്ങുകയും എന്നെ എപ്പോഴും എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന കുറേ അധികം ആൾക്കാരെ എനിക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. അപ്പം അവരോട് വഴിയൊക്കെ ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിനോടൊപ്പം നടക്കാനായിട്ട് കുറേ അധികം സാഹചര്യങ്ങൾ അല്ലെ വ്യക്തികളെ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അവരിലൂടെ ഇങ്ങനെ അവരോടൊപ്പം സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും എന്നെ ഈശോ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈശോടൊപ്പം നടക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കുറച്ച് നമ്മുടെ ഈ അപ്പനപ്പന്മാരുടെ ഒരു കാലഘട്ടമാണ്. അപ്പം ആ ഒരു സമയത്തായിരുന്നെങ്കിൽ നമുക്ക് ഈ പലവിധ ഡിസ്ട്രാക്ഷൻസ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഏറ്റവും ഉപരിയായിട്ട് ഫോൺ തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു എന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊന്നും ഇല്ലാണ്ട് കുറച്ചും കൂടെ പ്രകൃതിനെയൊക്കെ സ്നേഹിച്ച് പ്രകൃതിയോടൊപ്പം കർത്താവിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ആകുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കും, കർത്താവായിരിക്കും അന്നത്തെ കാലഘട്ടത്തിലല്ല ഇന്നത്തെ കാലഘട്ടത്തിനാണ് എന്നെ ആവശ്യം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കർത്താവിനോടൊപ്പം നടക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ ജീവിച്ച് കാണിക്കുക. അതാണല്ലോ നമ്മൾ ഓരോ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം. അപ്പം കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓരോ സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി തരികയും ഈശോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി കുറേ അധികം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടത്തിവിടുകയും ഈശോയിൽ നിന്ന് ഓടി അകലാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും തൻ്റെ സ്നേഹത്തെ പ്രതി കർത്താവ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു നല്ലിടനായ ഈശോ നമ്മളെ വീണ്ടും വീണ്ടും പൊതിഞ്ഞ് സംരക്ഷിച്ച് തൻ്റെ തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു ഈശോയോടൊപ്പം നടക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ഇന്ന് വേറെ സന്തോഷവാനാണ്. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഈശോനെ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓരോരുത്തരെയും ഞാനും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.